ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. നമ്മളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ശേഷം നമ്മുടെ ഡ്രീം റൈഡിലോട്ട് നമ്മൾ കിടക്കാണ്. കേരള ടു കാശ്മീർ. തരരര ബോൾ സെറ്റാണ്. നമ്മളത് വീട്ടിൽ നിന്നാണ് ഇറങ്ങാൻ പോണേ. വരുന്നത് നമ്മുടെ പാർട്ട്ണർ കുഞ്ചു. പുള്ളിക്കാരനെ ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പരിചയപ്പെടുത്തി തരാം. നോക്കിയാലോ കുഞ്ചു, വഴിയെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. പോട്ടമ്മ അപ്പോൾ ഓക്കെ, വന്നിട്ട് കാണാം. ഗ്ലാസോ ഞാൻ വിളിക്കാട്ടാ. എന്തായാലും വിളിക്കണ്ടേ, ദിവസം വിളിക്കാം. മെസ്സേജ് അയക്കാം. പോട്ടെ പൊന്നപ്പാ. ഇത് അനിയനും അമ്മയും അവിടെ ഉണ്ട്. നമ്മളിത് ഓൾ സെറ്റാണ്. നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണു ഗൈസ്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. വേഗം കയറിക്കോ. നുട്ടിത്താറം കിട്ടി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് മക്കളെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ ഏത് എക്സൈറ്റഡ് ആണെന്ന് അറിയോ. സ്വപ്ന യാത്ര. ഏത് കാലത്തേട്ടാ, ഏത് കൊല്ലം തൊട്ടിട്ട് മനസ്സിൽ കിടക്കണ ആഗ്രഹമാണെന്നറിയാം. ഇന്ന് ഞങ്ങൾ അതിലോട്ട് കടക്കാണ് ഗൈസ്. എല്ലാം എടുത്തെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബാക്കി നമുക്ക് നോക്കാം. അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണല്ലോ പുള്ളിക്കാരൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. നമുക്ക് നോക്കാം. വരിക 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 വരിക. സെൻട്രത്താണ്ട് ഗൈസ്. കുറെ പേരുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും. വെയിറ്റാ പോരാട്ടോ. വണ്ടി ബാലൻസിങ് എളുപ്പല്ല. ഒന്ന് ഓടി സെറ്റാവാണ്ട്. പോട്ടെ അപ്പൊ ഓക്കെ, എത്തില്ല. വിളിക്കാം. ഓക്കെ അനിയനോ? ഓക്കെ വിളിക്കാട്ടോ. പാപ്പൻ്റെ അനിയനാണ് ഗൈസ്, കസിൻ ബ്രദറാണ്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടുത്തെ സെൻറ്ററിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. രസവും ഇപ്പോൾ. വരിക 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 വരിക. അയ്യോ വരിക 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 വരിക. നമ്മളിതാ നമ്മുടെ ആ ഒരു ഏരിയയിലൊക്കെ ഇറങ്ങി. നമ്മളിതാ ഏകദേശം കുന്നോളം ഭാഗമൊക്കെ എത്താറായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകാനുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് എത്തുമെന്ന് അറിയില്ലെന്ന്. മാക്സിമം കാസർഗോഡ് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. മാക്സിമം കാസർഗോഡ് നമ്മൾ പിടിക്കും. ഓക്കെ. സ്വിഫ്റ്റ് വരെ വന്നോണ്ടാ പടയപ്പനായപ്പോൾ. അപ്പോൾ മാക്സിമം കാസർഗോഡ് എത്താൻ നമ്മൾ ശ്രമിക്കും. മാക്സിമം നമ്മൾ റൈഡ് ചെയ്യും. ഇപ്പോൾ അതർവൈസ് എന്തെങ്കിലും ടയർഡോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ണൂരോ അല്ലെങ്കിൽ അതിന് മുന്നേക്കായിട്ട് നമ്മൾ സ്റ്റേ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ എടുത്തിട്ട് നെക്സ്റ്റ് ഡേ കാസർഗോഡ് പിന്നെ സ്റ്റേ എടുക്കില്ല. പിന്നെ കാസർഗോഡ് വഴി നമ്മൾ കേരളം കടന്നു പോകും. അങ്ങനെയാണ് പ്ലാൻ. ഓക്കെ. നേരെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അല്ലേ. അതിലിപ്പോൾ കുന്നോളം തീരുണ്ട് നമ്മൾ. നമ്മളിപ്പോൾ വളാഞ്ചേരി സെൻറ്ററൊക്കെ എത്തിയിട്ടോ വൈസ്. വളാഞ്ചേരി സെൻറ്ററിൽ നേരെ ലെഫ്റ്റ് കോഴിക്കോട് റോഡ് കയറി. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ റോഡിൽ. സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ടൈം ആയതുകൊണ്ടാണോ അറിയാൻ പാടില്ല. ഊരെല്ലാം താണ്ടി പോകിன்றേ.
ചൂട് പണിച്ചിന്ന് ഞാട്ടോ, അപാര ചൂടുണ്ട്. തന്നെ ഫുൾ സെറ്റാണല്ലോ. ഞാൻ അത് കാരണം ഗ്ലൗ ഒന്നും ഇടാതെ ജാക്കറ്റ് തന്നെ ഇട്ടിട്ട് നോക്കിയേ. ഇപ്പം തന്നെ വെള്ളം ഒഴിച്ച് തുടങ്ങി ടീഷർട്ടൊക്കെ. അമ്മാതിരി ചൂടാണ് ഗൈസ്. ഇപ്പം അങ്ങോട്ട് പോകുന്നതോറും ചൂട് കൂടുള്ളൂ. കളർഫുൾ വണ്ടി നോക്കിയേ. ഇപ്പം അങ്ങോട്ട് പോകുന്നതോറും ചൂട് കൂടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു തണവ് വരാണ്ട് മോനെ. മഞ്ഞുമേഷ് സോ മഞ്ഞൊക്കെ കാണാൻ ഇപ്പം തന്നെ പുതിയതുണ്ട്. ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റുകളും നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. ഓ വെൽഫെയർ. വട്ടപ്പാറ വളവ് ഇതാണ് ഗൈസ്. വട്ടപ്പാറ വളവ് നമുക്ക് അറിയായിരിക്കും. എത്ര ലോറികളാണെന്ന് അറിയാം അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇപ്പോഴും അങ്ങോട്ട് താഴ്ത്തു നോക്കി കഴിഞ്ഞാൽ കുറേ ലോറിയുടെ സ്പെയർ പാർട്സ് കാണാം. അത്രയും ലോറികൾ അങ്ങോട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. ഈ വളവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നേരെ വേണം എലിവേറ്റഡ് ഹൈവേ നേരെ പോകണോണ്ടാ. വട്ടപ്പാറ എന്ന് പറയുന്ന വളവേ ഇല്ല ഇനി റോഡ് വന്നു കഴിഞ്ഞാൽ. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. പണ്ട് നമ്മുടെ കുതിരയാൻ സെക്ഷൻ, ഗഡ് സെക്ഷൻ പോലത്തെ ഒരു സെക്ഷനാണ് ഈ വട്ടപ്പാറ വളവ് എന്ന് പറയുന്നത്. ഭയങ്കര ഡേഞ്ചർ. ഒട്ടുമിക്ക എല്ലാ ലോറികളും വരണതും മറയണതും ബ്രേക്കിലെ ചൂടായിട്ട് പോകണതും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ വളവിലുണ്ടായിട്ടുണ്ട്. എത്ര സമൃദ്ധി കണക്കില്ലാത്ത ലോറികൾ ഈ വളവിൽ മറന്നിട്ടുണ്ട് കഴിച്ച്. ഞാൻ ഉണ്ടാവില്ല. നമ്മുടെ ചെക്കൻ എലിവേറ്റഡ് ഹൈവേ വന്നു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയി ആ പോർഷൻ ഏതേതോ താണ്ടി ഊരെല്ലാം പേർ താണ്ടി പോകിன்றേ. ട്രെയിൻ നോക്കിയ ബെഡാ ക്രെയിൻ. അയ്യോ ക്രെയിൻ നോക്കിയപ്പോ ഹമ്പ് കണ്ടില്ലട മോനെ. കുഴപ്പമില്ല. നോക്കിയ സാധനം വെച്ചിട്ടുണ്ടോ പാറ പൊട്ടിക്കാൻ വേണ്ടി മഞ്ഞ ചെറിയ മരുന്ന് വെച്ചിട്ടുണ്ടോ. അത് പാറ പൊട്ടിക്കാനുള്ള സാധനം കേട്ടോ. ട്രെയിൻ നോക്കിയ ബെഡാ സാധനം. വേറെ മൂട്. ഇതെല്ലാം ഒരു ടീമല്ല കേട്ടോ ഈ കൺസ്ട്രക്ഷൻ. അതായത് റോഡിന്റെ പരിപാടി ഓരോ സെക്ഷനിലും ഓരോ ടീമുകൾക്കാ, ഓരോ കമ്പനികളാ. ഇതെന്നിട്ട് കെ കൺസ്ട്രക്ഷൻ. ഇന്നാള് ഒരു വീഡിയോ ഉണ്ടായില്ല നിങ്ങള്? അതായത് ഇതുവരെ ടോറസ് നമ്മുടെ മറ്റേ ഡിപ്പ് നോക്കിയിട്ട് ഏത് പാലത്തിന്റെ അടിയിൽ തട്ടി നിൽക്കണത്, വണ്ടി ഇവിടെ അങ്ങനെ പൊന്തി നിൽക്കുക എയറില്. ഈ റോഡ് ഫുൾ ഓപ്പണായി വേറെ മൂടായിരിക്കും കേട്ടോ. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ 300 കിലോമീറ്റർ ഉണ്ട്. ബൈ റോഡ് നമ്മളൊരു 7 to 7.5 hours എങ്ങനെ പോയി നമ്മളത് ഓടിച്ചെത്തുമ്പോൾ എടുക്കും. 300 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. ഈ റോഡ് ഓപ്പണായി കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് ഇനിയിപ്പോൾ ഗോവയ്ക്ക് 800 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഈ 800 കിലോമീറ്റേഴ്സ് നമുക്ക് 5 hours കവറപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. ഈ റോഡ് വന്നിട്ടുള്ളൊരു ഗുണമായിരിക്കും. ഒരു ഗുണമായിരിക്കുന്നല്ല, ഈ റോഡ് വന്നിട്ടുള്ളൊരു ഗുണമാണത്. കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും ഹൈവേ ഓപ്പൺ ആണ് കേട്ടോ. ഇതിപ്പോ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സ്ട്രെച്ചിൽ തന്നെ ഹൈവേ ഓപ്പൺ ആണ് ഗൈസ്. മുന്നേക്ക് നമ്മൾ ഈ ഭാഗത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ വളരെ മോശപ്പെട്ട റോഡായിരുന്നു. മീൻസ് ഭയങ്കര വിട്ട് കുറവും ഒരു ലോട്ട് ഓഫ് വണ്ടികളും. അയ്യോ, തൃശ്ശൂർ കോഴിക്കോട് റോഡ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. ചെറിയ റോഡും ഒരുപാട് വണ്ടികളും, അതായിരുന്നു മെയിൻ പ്രശ്നം. ഇപ്പൊ ഭയങ്കര സ്പേഷ്യസ് ആണ്. 6 lane റോഡ് നമുക്കിങ്ങനെ കിടക്കണാണ്. കോഴിക്കോടൊക്കെ നോക്കിയ ദും എന്ന് പറയാൻ എത്തും. അത്ര ഈസി ആയിട്ടാ ആക്സസിബിൾ ആയി. സമയം ഒരുപാട് ബ്ലോക്കിൽ കിടക്കേണ്ട ആവശ്യം ആ സീനുകളൊന്നും ഇല്ല. ഇപ്പൊ പട്ടേന്ന് പറഞ്ഞെത്തും. അയ്യോ, ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഏതാ മൂടില്ലേ, ഹോളിവുഡാവും. ഇപ്പം തന്നെ നോക്കി നിങ്ങൾ ഏത് രസം. വെറും അങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ രസമായിരിക്കും. ക്രൂസ് കൺട്രോൾ കൂടെ ഉണ്ടെങ്കിൽ അടിച്ചു അടിപൊളിയായിരുന്നു. അല്ലടാ വണ്ടിക്കാരൊക്കെ അങ്ങോട്ട് കയറി പോകണല്ലോ, കുഴപ്പമുണ്ടാവില്ല വിചാരിക്കാം. നമുക്ക് നേരെ തന്നെ പോവാം. കണ്ടോ ഈ അണ്ടർപാസ് ഒക്കെ വരണമെങ്കിൽ ഒരു സെന്റർ എത്തുമ്പോൾ സിഗ്നൽ വെക്കാതെ വെക്കണതിന്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു സാധനം കാരണം. പാസ് ചെയ്യുമ്പോൾ നേരെ 2 സൈഡത്തെ വഴി കയറി ഇങ്ങനെ ക്രോസ് ചെയ്തേക്കണം. ഹൈവേക്ക് ആ ഒരു സ്റ്റക്ക് വരില്ല, നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അത് അടിപൊളിയായില്ലേ ഈ ഒരു തീം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ സിഗ്നൽ വെക്കണം, അല്ലെങ്കിൽ ഇവിടെ മാത്രം ഒരു ഫ്ലൈ ഓവർ ആക്കണം. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, നോർമൽ വരുന്ന ഒരു പാലിറങ്ങി പോകണം. ഇതൊന്നുമില്ല, നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ച് ഇങ്ങനെ പോവുക.
വേറെ മൂടായത് എന്തായാലും പണി കഴിയുമ്പോൾ വേറെ സീനായിരിക്കും ബൈസ്. അത് ചിന്തിക്കല്ലേ, നോ ഡൗട്ടാണ് അതിനെ പറ്റിയിട്ട്. അടിപൊളിയായിരിക്കും എന്തായാലും. നമ്മളങ്ങനെ പോയി സംസാരിച്ചിട്ട് സംസാരിച്ച് പോയിട്ട് പിന്നെ നമ്മളൊന്നും അറിയാതെ എത്തിപ്പോയെന്നൊക്കെ പറയില്ലേ. സാധാരണ ഇങ്ങനെ എത്താറില്ല ഗൈസ്. ഞങ്ങൾ കോഴിക്കോട് എത്തി. ഞങ്ങൾ 10 മണിയാണ് 9 ഇറങ്ങിയിട്ടുള്ളൂ നാട്ടിൽ നിന്ന്. ഇപ്പൊ ടൈം 9 മണിക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ ടൈം ഏകദേശം 10:45 11 മണിയോടെ എടുക്കുന്നു. നിങ്ങൾ കാണുന്നത് കോഴിക്കോട് എത്തി. നിങ്ങൾക്ക് ആ ഫ്ലൈറ്റുകളും കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലാവും കോഴിക്കോട് എത്തി എന്നുള്ളത്. ഗൈസ് ഞാനിത് എന്നെ കൊണ്ടത് വിശ്വസിക്കാൻ പറ്റണില്ല. പണ്ടൊക്കെ ഞാൻ കോഴിക്കോട് വരുമ്പോൾ ഞാൻ പ്രാഗിയുണ്ട്. പണ്ടാറടക്കം ഞാൻ ഇല്ല കോഴിക്കോട്ടേക്ക് ഞാൻ അങ്ങനെ ഇതൊക്കെയുണ്ട്. അതുപോലെ ട്രാഫിക്കാണ്. മീൻസ് ചെറിയ വഴി നിറച്ച് വണ്ടികൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കൺജസ്റ്റഡ് ആണെന്നു. പക്ഷെ ഇപ്പൊ നോക്കി നിങ്ങൾ ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടില്ലാന്ന്. 1 മണിക്കൂർ 1 മണിക്കൂറോ അത്ര എടുത്തിട്ടില്ല മര്യാദയ്ക്ക്. നമ്മൾ വെല്ലാട്ട വരണേ. ഫുൾ ലോഡുള്ളതുകൊണ്ട് ജെറ്റ് അടിച്ചിട്ടൊന്നുമല്ല വരണേ. ഒരു 75 ഒക്കെ പിടിച്ചിട്ട് 75-80 ക്രൂസ് ആ ഒരു എന്താ പറയുക സ്പീഡിൽ നമ്മൾ ക്രൂസ് ചെയ്ത് തന്നെ സ്വീറ്റ് സ്പോട്ട് പിടിച്ചാണ് വരുന്നത് ഗൈസ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഓവർ സ്പീഡിൽ വന്നിട്ടൊന്നല്ല എത്ര പെട്ടെന്ന് എത്തിയത്. പട്ടേതുകൊണ്ട് എത്തി. റോഡിൻ്റെ ഗുണം ഗൈസ്. കുറച്ചും കൂടി നേരത്തെ എത്തും. ചില സ്ഥലത്തൊക്കെ പണി കഴിയാത്ത കാരണം ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ വിടണേ. ഫുൾ സ്ട്രൈറ്റ് ആണ്. തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ വരെ സ്ട്രൈറ്റ് ഓടിപ്പോയാൽ 45 അല്ലെങ്കിൽ 1 മണിക്കൂർ പിടിച്ചോ. നിങ്ങൾ 1 മണിക്കൂർ വേണ്ടോ കോഴിക്കോട്ടേക്ക് എത്താട്ടോ തൃശ്ശൂരിൽ നിന്ന് ഈസി ആയിട്ട്. 2 കിലോമീറ്റർ സ്പീഡിൽ ഒരേ പിടിച്ച് പോകുന്നത് എവിടെയും ചവിട്ടുണ്ടോന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മുന്നത്ത് എനിക്ക് തോന്നണേ. ഭയങ്കര ഫാസ്റ്റായിട്ട് എത്തി കഴിച്ചു ഞങ്ങൾ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ വിട്ടടിച്ച് പോകണമെന്ന് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല. കേരളം നമുക്ക് ഏത് സമയത്തും കാണാൻ പറ്റുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം കേരളം വിട്ടുപിടിക്കുന്നു. ഞാൻ മുന്നേ ഗോവ വരെയൊക്കെ പോയിട്ടുള്ളൂ. അതിനപ്പുറത്ത് വണ്ടി കൊണ്ട് പോയിട്ടില്ല, ബൈക്കിൽ പോയിട്ടില്ല. അപ്പോൾ ഗോവ വരെ നമുക്കറിയാം, റോഡുകളെ കണ്ടിട്ടില്ല. എന്നാലും കാസർഗോഡ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മെല്ലെ എക്സ്പ്ലോർ ചെയ്യുള്ളൂ കേട്ടോ. മീൻസ് മെല്ലെ നമുക്ക് കിലോമീറ്റർ കവർ ചെയ്യുള്ളൂ. നമുക്ക് പടേ എന്ന് പറഞ്ഞ് കാസർഗോഡ് എത്തി കേരളം അങ്ങനെ വിട്ടേക്കാമെന്ന് മനസ്സിലങ്ങനെയാണ്. കേരളം എങ്ങനെയാലും ഒന്ന് വിട്ട് കളയാം. അപ്പൊ നാളെ കർണാടക പിടിക്കാം എന്നുള്ള മൈൻഡിലാണ് ഞങ്ങൾ കാസർഗോഡ് പിടിച്ചത്. പിന്നെ എന്താ പറയാ, കാസർഗോഡ് വഴിക്ക് വണ്ടി അതുവരെ കേരളത്തോടെ വണ്ടി ഓടിക്കുകയും ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പാലക്കാട് വഴി കോയമ്പത്തൂർ കയറി ബാംഗ്ലൂർ കയറാനുള്ള പ്ലാനാണെന്ന് ആദ്യം. പിന്നെ ചോദിച്ചു വേണ്ട, കേരളത്തിൽ കൂടെ വണ്ടി ഓടിക്കാം. അപ്പൊ കാസർഗോഡ് വഴി അങ്ങോട്ട് ഔട്ട് അടിക്കാമല്ലോ. പിന്നെ തിരിച്ചു വരും ബാംഗ്ലൂർ വഴി നമുക്ക് കേരളത്തിൽ കയറാം. മീൻസ് ബാംഗ്ലൂർ കോയമ്പത്തൂർ പാലക്കാട് വഴി കേരളത്തിലോട്ട് കയറാം. അങ്ങനെ അപ്പൊ അതാണ് നമ്മൾ വിട്ടടിച്ച് പോകണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോഴിക്കോടൊക്കെ നമ്മളെല്ലാവരും കാണണം കഴിഞ്ഞല്ലേ എല്ലാ കാര്യങ്ങളും. കൂടുതലൊന്നും കാണിക്കാനൊന്നുമില്ലല്ലോ. അതെന്നുണ്ടെങ്കിൽ വീഡിയോയിലുള്ള ചെയ്യാൻ മാത്രം കാര്യങ്ങളില്ലല്ലോ. ദാറ്റ് മീൻസ് എല്ലാവരും അറിയണ കാര്യങ്ങളാണ്, കേരളത്തിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും, ഇനിയും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിട്ടടിച്ച് പോണത്, വേറെ ഒന്നുമല്ല. കാസർഗോഡ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എന്തായാലും അടിപൊളിയായിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിച്ച് മെല്ലെ തന്നെയായിരിക്കും നമ്മൾ പോവുക. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ കാസർഗോഡെല്ലാം പിടിക്കണത്, അല്ലെങ്കിൽ കാസർഗോഡ് നമ്മൾ ഒറ്റയടിക്ക് പിടിക്കണത്. ഇതുവരെ കണ്ടതെല്ലാം മനോഹരം, ഇനി കാണാനുള്ളതും മനോഹരം അല്ലേ ഗൈസ്? അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നേരെ ഇവിടുന്ന് കണ്ണൂര്, തളിപ്പറമ്പ്, കാസർഗോഡ്. ഓരോരുത്തരും തമിഴ്നാട്ടിൽ മറ്റേ ലൂണ പറഞ്ഞ പോലെ ഇവിടുന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ ഡ്രൈവിംഗ് കൾച്ചർ വളരെ മോശമായി വന്നുകൊണ്ടിരിക്കണം. ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് ഒക്കെ വളരെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ. മുന്നേ നമുക്ക് ഇത്രയും സീൻ ഉണ്ടായിരുന്നില്ല. ഈ ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് ഉണ്ടായിരുന്നെങ്കിലും അത് സിറ്റി, ഇപ്പോൾ ലൈക്ക് കൊച്ചി, ട്രിവാൻഡ്രം അങ്ങനത്തെ കുറച്ച് സിറ്റിക്ക് അകത്തുള്ള കുറച്ച് ഡ്രൈവേഴ്സുകളായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ കുറച്ച് ബൈക്ക് റൈഡേഴ്സായിരുന്നു ഈ ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് ഉണ്ടായിരുന്നത്. ബാക്കി ഏരിയസിലൊന്നും ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഇടയായിട്ട് കഴിഞ്ഞൊരു കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബൈക്കേഴ്സ് എല്ലാവരും ലെഫ്റ്റ് സൈഡിലൂടെയുള്ള ഓവർടേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഒഫീഷ്യലി മാഹിയിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ് ഗൈസ്. മാഹി കേന്ദ്രഭരണം കണ്ടാണ്ട് എക്സൈസ് ചെക്ക് പോസ്റ്റ് കണ്ട റൈറ്റ് സൈഡിൽ നോക്കി നിൽക്കുക. അവിടുന്ന് കുപ്പി വാങ്ങിയിട്ട് വരണവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അത് നോക്കി നിൽക്കുക, വണ്ടി നമ്പർ നോക്കി കാശാൻ. ഏതൊക്കെ ഞങ്ങളെ പണ്ട് ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട് ഇഷ്ടം. അല്ലാ
പണ്ട് ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ഒരു ചേട്ടൻ, ഒരു കസിൻ ബ്രദറും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് ഇതുപോലെ ചെറിയ ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരിക. മറ്റേ പറശ്ശിനിക്കടവ് അമ്പലം അങ്ങനെ ഏതോരം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക. എന്നോക്ക് അളിയൻ ആ ചേട്ടൻ്റെ ഒരു പൂതി, ഇവിടെ റേറ്റ് നമുക്ക് വാങ്ങിയിട്ട് പോയാലോ, അന്തവര് വാങ്ങിയിട്ട് പോവാം. അങ്ങനെ ഇവിടെ ഞങ്ങൾ നല്ല പെട്ട കുപ്പികൾ ഏതൊക്കെയോ നല്ല സാധനങ്ങളാണ്. അത് 2-3 വാങ്ങി വെച്ചു. അതിൽ അബദ്ധം പറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിന്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി നിർത്തി സാധനം വാങ്ങി നേരെ വണ്ടിയിൽ കയറി പോന്നു. അവര് കറക്റ്റായിട്ട് നമ്പർ വിളിച്ചു പറഞ്ഞു കൊടുത്തു. നമ്മുടെ വണ്ടി മാത്രം അവിടെ എത്തിയപ്പോൾ കൈ കാണിച്ച് പിടിച്ചു. അപ്പൊ ഞങ്ങൾ നമ്മുടെ വണ്ടി മാത്രം കറക്റ്റ് പിടിച്ചു ശരാ നോക്കുമ്പോൾ ലാസ്റ്റ് കുപ്പി അവർക്ക് കൊടുത്തു. ഫൈൻ അടച്ചു. ഫാമിലി ആയതുകൊണ്ട് ക്ഷീണൊന്നും ഉണ്ടായില്ല തോന്നുന്നുണ്ട്. ഫൈൻ അടച്ചു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് പിടിച്ചെന്തായാലും അങ്ങനെ വിറ്റുണ്ടായില്ല ഇഷ്ട. നമ്മളിതാ മാഹി സെൻട്രലെത്തിട്ടാ. ഓക്കെ ദുങ്ക തക എന്തോരണ്ടാ അത്. അയ്യോ മദ്യങ്ങളുടെ കോട്ട, ലിക്കറുകളുടെ കോട്ടയാണ് ഇവിടെ. കോട്ട പിന്നെ എല്ലാ കേന്ദ്രഭരണ സ്ഥലങ്ങളും അങ്ങനെയാണല്ലോ. പോണ്ടിച്ചേരി, ലൈക്ക് പോണ്ടിച്ചേരി, പിന്നെ അതേപോലെ മറ്റേ മൗണ്ട് അബു, അങ്ങനെ കുറേ ഉണ്ടല്ലോ. മൊത്തം 5-6 എത്ര 5 എത്രയാണ് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലോ. എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. വെള്ളമുരണ എന്താണ് ഞാൻ നൈസായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഫോർട്ട് കൊച്ചി എന്ന് തോന്നിപ്പിക്കണ പോലത്തെ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതായത് നമ്മുടെ പെട്ടെന്ന് നമ്മൾ പോണ്ടിച്ചേരി അല്ലാന്നുണ്ടെങ്കിൽ ഫോർട്ട് വെച്ചിരിക്കുമ്പോൾ അവിടുത്തെ സ്ട്രക്ചറുകളൊക്കെ എങ്ങനെ ഇരിക്കും, വീടുകളുടെ ആയാലും ബാക്കി എല്ലാത്തിൻ്റെ ആയാലും അതേപോലത്തെ ഒരു സ്കീമാണ് ഗൈസ് നമ്മുടെ മാഹിയിലത്തെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ, ബിൽഡിങ്സിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചു തരാം. കേട്ടോ വണ്ടി ചെറുതായിട്ട് വോബ്ലിങ് വരുന്നുണ്ട് കേട്ടോ. അല്ല മൊത്തം കിട്ടുന്നതിന് പറയുന്നുണ്ട്. ഹാൻഡിൽ ചെറിയ വോബ്ലിങ് വരുന്നുണ്ട്. അത് പാനിയർ ബോക്സ് ബാക്കിൽ ലോഡ് കൂടിയതിൻ്റെ തോന്നുന്നുണ്ട് എനിക്ക്. ഈ ഒരു ഭാഗത്തിനോട് അങ്ങോട്ടുള്ള സ്ട്രക്ചറുകൾ നിങ്ങൾ നോക്കി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ ഫോണിൽ ഷോട്ടൊക്കെ എടുത്ത് കാണിച്ചു തരാം. എനിക്ക് റിവർ സൈഡ് വാക്ക് വേ ഈ ബിൽഡിംഗ് ഒക്കെ നോക്കി. ഏത് മൂട് ഗവൺമെൻറ് പബ്ലിക് ലൈബ്രറി മാഫി അങ്ങനെയാണോ ചോദിച്ചോ. നോക്കി ബിൽഡിങ്ങും നമ്മുടെ വണ്ടിയും പഴയ ഒരു സ്ട്രക്ചർ വൈബല്ലേ. ഇതേപോലെ തന്നെയാട്ടോ അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങും അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങുകളെല്ലാം പഴയ ഒരു കൊളോണിയൽ അല്ലാതെ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റൈൽ അങ്ങനത്തെ വൈബ്സ് ബിൽഡിങ്സ് അല്ലേ. അങ്ങനെ തോന്നിയില്ലേ ഒരു ഇപ്പോൾ ഫോർട്ട് കൊച്ചി ഫീൽ തോന്നിയില്ലേ ഇവിടുത്തെ ബിൽഡിങ്സ് കണ്ടിട്ട് അല്ലേ. പറയുന്നേ എക്സ്പ്രസീവ് വൈബ് അല്ലേ ആ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. അതെ അതെ ഒരു ഫോർട്ട് കൊച്ചി വൈബ്സ് ഉണ്ട് ഗൈസ്. പിന്നെ അതുപോലെ തൊട്ടടുത്ത ബിൽഡിങ്സ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ലെറ്റ്സ് ഗോ വെയിറ്റ് ഉണ്ട് കേട്ടോ വണ്ടി. ചലോ കണ്ടോ ഈ ബിൽഡിംഗ് നോക്കിയേ ഒരു പഴയ വൈബില്ലേ. ഇത് പിന്നെ ഒന്നും കൂടെ ഇത് ഒന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പണിതാ തോന്നുന്നു. അല്ലെങ്കിൽ പഴയ സ്ട്രക്ചറിനെ അവരൊന്ന് പുതുക്കിയതായിരിക്കാം. പക്ഷെ ഇത് നോക്കിയേ ഇത് കണ്ടോ പഴയ ഒരു വൈബ്. ജയശ്രീ ബിൽഡിങ്സ് കൊള്ളാല്ലേ. അത് ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും. ഒരു ഫോർട്ട് കൊച്ചി വൈബ് വൈസ്. നമ്മളങ്ങനെ തലശ്ശേരി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തലശ്ശേരി ഇതേ കോർട്ട് കോംപ്ലക്സ് ഒക്കെ നോക്കിയേ തലശ്ശേരി. ഇതേ എൻ്റെ പൊന്നെ ഏത് സെറ്റപ്പില്ലേ കിട്ടു. മാഹിയല്ല മറ്റേ കൊയിലാണ്ടിയാണ് ഏറ്റവും അടിപൊളി കോടതി. അതായത് പഴയ ഒരു വിൻറ്റേജ് ടച്ച് കോടതി. ഇത് ഒരു ഹൈടെക് കോടതി. നമ്മൾ നേരെ കാസർഗോഡേക്കാണ് പോകുന്നത് കേട്ടോ. കാസർഗോഡേക്ക് നമ്മുടെ ഹൈദറിക്ക മീറ്റ് ചെയ്യണം. പുള്ളിക്കാരനൊന്ന് കാണണമെന്നുണ്ട്. പുള്ളിക്കാരനെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി. പുള്ളിക്കാരനെ കാസർഗോഡ് എത്ര നാൾ മുന്നേ ഒന്ന് വിളിക്കിട്ടാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഈ വൈസ് ഫോട്ടൊക്കെ നോക്കിയേ കണ്ടൽക്കാടും വേർമുടയിൽ പുള്ളിക്കാരൻ നമ്മളവിടെ എത്തിയിട്ടൊന്ന് മീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇന്ന് തന്നെ ഈ സ്ഥലത്തിൻ്റെ പേരേക്ക് പിണറായി ഇവിടെയാണ്. അപ്പം പിണറായി മോനെ അതെ 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 പിണറായി ആ റൈറ്റിലോട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ ആളെ കാണണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പുള്ളിക്കാരനെ അവിടെ മീറ്റ് ചെയ്യണം എന്തായാലും. പുള്ളിക്കാരനെ മീറ്റ് ചെയ്യാൻ കുറേ പേർക്ക് ഹൈദർഖാൻ അറിയാം. റൈഡേഴ്സ് കാറ്റഗറിയിൽ അറിയാത്തവരായിട്ടുണ്ടാവില്ല.
ഇനിയിപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഹൈദർഖാൻ എന്ന് പറഞ്ഞിട്ട് പഴയ റൈഡറാണ്, കുറേ ക്ലബ്ബുകളിലും കാര്യങ്ങളിലും ഉണ്ട്. നമ്മളെ പോലത്തെ റൈഡേഴ്സിനെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ഈ റൈഡിലും ആൾക്ക് നമ്മളെ പല സാഹചര്യങ്ങളിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോണത്. അത് മാത്രമല്ല, അതൊക്കെ ഒരു റെസ്പെക്റ്റാണ്. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. നമ്മളെക്കാളും വലിയ സീനിയർ ആയിട്ടുള്ള റൈഡറാണല്ലോ പുള്ളിക്കാരൻ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പുള്ളിക്കാരനെ മീറ്റ് ചെയ്തിട്ട് പോവുക, അതൊരു റെസ്പെക്റ്റാണ് ഗൈസ്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ലെഫ്റ്റിലൊക്കെ മറ്റേ സംഭവം കേട്ടോ, ഫുള്ള് തലശ്ശേരി നോക്കട്ടെ ഇഷ്ടം, മറ്റേ കണ്ടൽക്കാട്. അയ്യോ ഫുള്ള് ബോട്ടുകളിലൂടെ ഇവിടെ മറ്റേ കടലും കായലും കൂടി മിക്സ് ആവണ സ്ഥലമാട്ടോ ഗൈസ്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇങ്ങനത്തെ ടിപ്പറല്ലേ. പക്ഷെ അതും ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമാണ് ഗൈസ്. അവൻ എനിക്ക് വഴി വന്നപ്പോൾ ഞാനൊരു ഹോൺ അടിച്ചു, താങ്ക്സ് പറഞ്ഞു. സെയിം വേ പുള്ളിക്കാരനൊരു ഹോൺ അടിച്ചു, ആടെ ബ്രോ എന്നുള്ള ലൈനില്. ഉയരും മുടലും ശ്വാസം മുട്ടുന്നേ ഒഴുകുന്നേ. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് 2 പേരുകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് പേരടിച്ചു കേട്ടോ വണ്ടിയുടെ വൈസർമേ. അതായത് കേരള ടു കാശ്മീർ അടിച്ചു. പിന്നെ അതിൻ്റെ അടിയിൽ കുറേ കാലങ്ങൾക്ക് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഇങ്ങനെ ഒരു റൈഡ് നടത്തുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് എങ്കിലും നമുക്ക് പാസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. ബിക്കോസ് പലർക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടാണോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചൂടില്ലാത്തതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട് ഇടുക്കി ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് പിന്നേക്ക് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് ഒരിക്കലും പറയില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെ വീടും ഇടുക്കി ജില്ലയിലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഒരു ജലബോംബ് മുകളിൽ വെച്ച് കിടന്നുറങ്ങുന്ന സ്കീമിൽ തന്നെ കിടക്കല്ലേ. അപ്പോൾ ഞാൻ പണ്ടേ റൈഡ് പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് എല്ലാവർക്കും പാസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം. അതായത് സേവ് മുല്ലപ്പെരിയാർ സേവ് കേരള, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ റഷൽ ജോയ് സാറിനൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് ലീഗലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യാൻ പറ്റും അല്ലേ, അത് ഞാൻ അടിപൊളിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്. സേവ് മുല്ലപ്പെരിയാർ സേവ് കേരള. ഇതിന് ഇത്രേ ഉള്ളൂ. ഇവന് പ്രാന്താണോടോ എന്ന് ചോദിക്കണവന്മാർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കണവന്മാർ ഇത്രയും ചിന്തിക്കണ്ടോ? നിങ്ങളുടെ വീട് ഇടുക്കി ജില്ലയിലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രാന്താടാല്ലാന്നുണ്ടെങ്കിൽ ഇവനൊക്കെ വേറെ പണിയില്ലേടാന്ന് ചോദിക്കില്ല ഒരിക്കലും. കാരണം നിങ്ങളുടെ വീടിൻ്റെ അടിയിൽ മുകളിൽ ഇതേപോലെ ഒരു ജലബോംബ് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല ഗൈസ്. ഞാനിത് എൻ്റെ അടുത്ത് ഞാൻ പലരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഈ മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കണത് നിനക്ക് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ നിനക്ക് എന്തിൻ്റെ കേടാ ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ അപ്പം തന്നെ അവരുടെ അടുത്ത് തിരിച്ച് ചോദിക്കാറുള്ള, നിൻ്റെ വീട് ആ ഇടുക്കി ജില്ലയിലാണ് അല്ലെങ്കിൽ വെള്ളക്കടവിലാണോ അല്ലെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ ബാക്കിലുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആണെങ്കിൽ നീ ഇത് പറയോ? ഒരിക്കലും പറയില്ല ഗൈസ്. കാരണം സ്വന്തം ജീവൻ അല്ലെങ്കിൽ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവർക്കും വലിയ കാര്യമാണ്. മറ്റുള്ളവരുടെ ആറാണ്ട് അമ്മയ്ക്ക് ഭ്രാന്ത് കണ്ടിട്ട് ഇവിടെ ചിരിക്കാന്ന് പറയില്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലുണ്ട് സേവ് മുല്ലപ്പെരിയാർ സേവ് കേരള എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്. ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക. നമ്മളിങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ്, അത് പലർക്കും അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും ആരും അതിനെ പ്രതികരിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷെ പണ്ടൊക്കെ പ്രതികരിച്ചിട്ട് ഇപ്പോൾ അതിന് പ്രതികരണത്തിന് ഒരു ഇതില്ലാണ്ട് ഇപ്പോൾ നിർത്തിയതായിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. എന്തായാലും എനിവേ ഞാനിങ്ങനെ ഒരു മെസ്സേജ് എല്ലാവരും സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മീൻസ് സേവ് കേരള സേവ് മുല്ലപ്പെരിയാർ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ഡാമിൽ ഒന്നാണ്. ഫസ്റ്റ് വീക്കസ്റ്റ് ഡാമിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞ സെർച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. ഫസ്റ്റ് വന്ന് എടുക്കേണ്ടത് മുല്ലപ്പെരിയാറായിരിക്കും. അത്രയും അത്രയും എന്നിട്ട് പറയാ ദയനീയ ഒരവസ്ഥയിലാണ് ആ ഡാം ഇരിക്കണേ. അതിനാണ് നമ്മളിപ്പോഴും പൊട്ടില്ല അല്ലെങ്കിൽ അതാണ് ഇതാണ് ജോൺ പെനിക്കൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥകൾ അടിക്കുന്നത് ഗൈസ്. എഡ്യൂക്കേറ്റഡ് അല്ല ഒന്നുമില്ലെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കാനുള്ള കഴിവില്ലേ, ബുദ്ധിയില്ലേ, ബാക്കി എല്ലാ കാര്യങ്ങളിലും ചിന്തിക്കുന്നുണ്ടല്ലോ. നെഗറ്റീവുകളൊക്കെ നമ്മൾ ചിന്തിച്ചു വിടുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനനുസരിച്ച് നമ്മൾ മൂവിങ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. ആക്ച്വലി ഇത് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാം ഉള്ള കാര്യം പറയാലോ. എൻ്റെ എന്താ പറയുക, പൊട്ടാതിരിക്കട്ടെ. ചിലപ്പോൾ ഞാൻ ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് മുന്നേ ചിലപ്പോൾ ഈ സാധനം പൊട്ടിയെന്ന് വരാം, പറയാൻ പറ്റില്ല ഗൈസ്. കാരണം അത്രയും ഒരു വീക്ക് പോയിന്റിലാണ് ആ ഡാം നിൽക്കണത് തന്നെ. അത്രയും വീക്ക് പോയിന്റിലാണ് ആ ഡാം നിൽക്കണത് തന്നെ. പിന്നെ ഇപ്പോഴും അതെന്തുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാവിറ്റി ഡാമാണ്. അതായത് ആ വെള്ളത്തിൻ്റെ
വെള്ളം നിൽക്കണതും ആ വെള്ളം നിൽക്കണതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൊണ്ടാണ് ഒരു ഡൗൺ ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ ഡാം ഇപ്പോഴും നിലനിന്ന് പോണത്. ഒരു എർത്ത് ഉണ്ടായാൽ മതി, ഇത് പൊട്ടിത്തെറിച്ച് ഇങ്ങോട്ട് പോരും. മനസ്സിലായോ? അപ്പോൾ ആ ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ടാണ് ഇപ്പോഴും സ്റ്റിൽ അതങ്ങനെ നിന്ന് പോകണത്. അല്ലാതെ അതിന് എന്നിട്ട് മാജിക്കലായിട്ടുള്ള കുറെ കണ്ടൻസ് ഒന്നും അതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? പഴയ ചൊറക്ക് ചെന്നിട്ട് ചൊറക്ക, ശർക്കര, മണല് ഇതൊക്കെ ഒരു പോയിന്റ് ടച്ച്, അതായത് ഒരു നിശ്ചിത അളവിൽ ചൂടാക്കിയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു മിശ്രിതമാണിത്. പണ്ടത്തെ നമ്മുടെ മഹാരാജാവിന്റെ തിരുവിതാംകൂർ കൊട്ടാരമൊക്കെ ഇതേ മിശ്രിതത്തിൽ തന്നെയാണ് പണി തീർത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ ആ കൊട്ടാരത്തിന്റെ അവസ്ഥ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. പല ഭാഗങ്ങളും ചെറിയ ചെറിയ മെയിൻ്റെനൻസ് വർക്ക് എല്ലാം വന്നിട്ടുള്ളത്. അത് വെള്ളത്തിൽ നിൽക്കുന്ന സ്ട്രക്ചർ അല്ലാഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഗൈസ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അതിനുണ്ടാവും. നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് പാസ് ചെയ്തതിൽ എനിക്ക് വേറെ നെഗറ്റീവ് ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഇല്ല. എനിക്ക് ഇതൊക്കെയാണ് എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെ വീട് ഇടുക്കി ജില്ലയായിരുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രതികരിച്ചേനെ, അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മൾ ഇതിനെതിരായിട്ട് നിന്നേനെ. എന്താണ് കാണിക്കണത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പാർട്ടീനെ മെൻഷൻ ചെയ്യണില്ല, അല്ലെങ്കിൽ ഒരു പാർട്ടി റിലേറ്റഡ് ഒന്നുമല്ല പറയണത്. ഓരോ മനുഷ്യന്റെ ജീവനും അത് വില ഉള്ളതാണ് ഗൈസ്. അത്രേ ഉള്ളൂ, അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് പോലെ ഇരിക്കും. എഗെയിൻ ഞാൻ പറയാണ്, സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള. ഓക്കെ, ഇപ്പം നമ്മളിതാ പയ്യന്നൂരൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. പയ്യന്നൂരൊക്കെ എത്താറായിട്ടുണ്ട്. ഏകദേശം ടൈം ഒരു 1:15 ആയിട്ടുണ്ട്. ഉച്ച നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടൊക്കെ ഇങ്ങനെ പഴുത്താണ് നിൽക്കണേ. അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു ഫുഡ് കഴിക്കണം, ഊണ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കണം. എന്നിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈദർഖാനെ കാണണം, നേരെ കാസർഗോഡ് പിടിക്കണം. ഇവിടുന്ന് ഇനി ഒരു 10-60-70 കിലോമീറ്റർ കാസർഗോഡ്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ബാക്കി നമുക്ക് ലൈനിൽ കാണാം. നമ്മളപ്പോൾ കാസർഗോഡ് ടൗൺ എല്ലാം കഴിഞ്ഞ് മംഗലാപുരം ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. കേരളം വിട്ടിട്ടില്ല, പക്ഷെ മംഗലാപുരം ഹൈവേയിലോട്ട് കയറിയിട്ടുള്ളൂ. കാസർഗോഡ് ടൗൺ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹൈദർഖാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അത് പിന്നെ അവർക്ക് ചടപ്പാണ്ടല്ലോ, നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. സ്റ്റിക്കർ അടക്കും മഴയെല്ലാം കണ്ട് എല്ലാവരും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ മംഗലാപുരം ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു 10-35-40 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ കേരളം വിട്ടും കർണാടകയിലോട്ട് കയറും. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ എന്താണെങ്കിൽ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് പറയാം, നന്നാക്കാൻ നമ്മളോട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ദിസ് ഇസ് മോട്ടോഹോളിക് 390. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് സബ് ഓൺ മൈ യൂട്യൂബ് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. അതുവരേക്കും ബൈ ബൈ.